ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വീഡിയോ നമ്മൾ വീടൊക്കെ വയറിങ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വയറും കാര്യങ്ങളും അതുപോലെ തന്നെ സ്വിച്ച് ബോർഡുകളുടെ എണ്ണവും സ്വിച്ചിൻ്റെയൊക്കെ എണ്ണം കൂടുതൽ ഏരിയ വരുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിലാണ്. കാരണം ഫ്രണ്ടിലെ സിറ്റ് ഔട്ടിൻ്റെ ഏരിയയിലുള്ള ഫാൻ, നമ്മുടെ ലിവിങ് ഏരിയയിൽ വരുന്ന ഫാൻ, അതുപോലെ തന്നെ ഫാൻസി ലൈറ്റുകൾ, വീടിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ഫുൾ ഫാൻസി ലൈറ്റുകൾ, ഗേറ്റ് ലാമ്പുകൾ, ഇതെല്ലാം മൊത്തം വരുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിൽ വരുന്ന മെയിൻ ബോക്സിലാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു ബോക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ നമ്മൾ എന്തെങ്കിലും സർക്യൂട്ട് കാര്യങ്ങളോ അതുപോലെ തന്നെ ലൈറ്റുകളോ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് ബോക്സുകളെല്ലാം ചെറുതായി. അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന പോലെ തന്നെ സർക്യൂട്ട് കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നതിന് ശേഷം ഏറ്റവും വലിയ ബോക്സ് തന്നെ നമ്മൾ വെച്ച് കൊടുക്കുക. സ്വിച്ച് ബോർഡ് 18 മോഡ്യൂളാണ് നമ്മളിവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ വയറിങ് നമ്മൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. നാല് സ്ഥലത്തും PVC ബോക്സിൻ്റെ ജംഗ്ഷൻ വെച്ചിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. കാരണം ലിവിങ് ഏരിയ വഴിയാണ് അത്യാവശ്യം എല്ലാ സർക്യൂട്ടുകളും എല്ലാ റൂമുകളിലേക്ക് അത്യാവശ്യം വരുന്നത്. മിക്ക ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം സർക്യൂട്ടുകളും പോകുന്നത് ലിവിങ് ഏരിയ വഴിയായിരിക്കും. അപ്പോൾ 4 സൈഡുകളിലും PVC ബോക്സ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറ് വലിക്കാനും വളരെ സിമ്പിളായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ബോക്സിൻ്റെ ഹൈറ്റ്, അതായത് മെറ്റൽ ബോക്സിൻ്റെ അല്ലെങ്കിൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് സ്റ്റീലിൻ്റെ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. 130 സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സർക്യൂട്ടുകളെല്ലാം നമ്മൾ കൊണ്ടുപോയിരിക്കുന്നത് ലിൻഡിൽ കഴിഞ്ഞതിന് ശേഷം ഒരു 8 ഇഞ്ച് അല്ലെങ്കിൽ ഒരു കല്ല്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജിൻഡിൽ കഴിഞ്ഞതിന് ശേഷം ഒരു കല്ല് മുകളിലൂടെയാണ് നമ്മൾ നമ്മുടെ സർക്യൂട്ടുകളെല്ലാം കൊണ്ടുപോയിരിക്കുന്നത്. ഈ സർക്യൂട്ടുകൾ വരുന്നത് DBയിൽ നിന്നും ഡയറക്റ്റാണ് വരുന്നത്. DB നിങ്ങൾക്ക് കാണാൻ സാധിക്കും. DBയിൽ കംപ്ലീറ്റ് പൈപ്പുകൾ ഇറങ്ങിയിരിക്കുന്നു. അതെല്ലാം 25 mm പൈപ്പുകളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന DB 3 ഫേസിൻ്റെ DB ആണ് കൊടുത്തിരിക്കുന്നത്. ഭാവിയിൽ നമുക്ക് കണക്ഷൻ 3 ഫേസ് ആക്കണമെങ്കിൽ ആക്കാം. സിംഗിൾ ഫേസ് കണക്ഷൻ നമുക്ക് ഇപ്പോൾ എടുക്കാം. ഭാവിയിൽ ആക്കണമെങ്കിൽ നമുക്ക് ആക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ അഡ്വാൻസ് രീതിയിൽ നമ്മൾ വീട് ചെയ്യുന്ന സമയത്ത് ചെയ്തിടുന്നതാണ് നല്ലത്. പിന്നീട് നമുക്കൊരു വെട്ടിപ്പുളി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ 4 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജംഗ്ഷൻ ബോക്സുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറ് വലിക്കാൻ സിമ്പിളായിരിക്കും. പിന്നീട് എന്തെങ്കിലും ആവശ്യത്തിന് പെട്ടെന്ന് AC സെപ്പറേറ്റ് ഒരു AC വെക്കണം. ലിവിങ് ഏരിയയിൽ നമ്മളൊരു സെപ്പറേറ്റ് ഒരു AC വെക്കണമെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ DBയിൽ നിന്ന് നമുക്ക് സർക്യൂട്ട് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ 18 മോഡ്യൂളുടെ ബോക്സാണ് നമ്മൾ വെച്ചിരിക്കുന്നതെങ്കിൽ, അതായത് മെയിൻ ബോക്സ് 18 മോഡ്യൂളുടെ സ്വിച്ച് ബോർഡാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് അവിടെ ACയുടെ സ്വിച്ച് കാര്യങ്ങളൊക്കെ കൊടുക്കാം. എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ബോക്സ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ലിവിങ് ഏരിയയിൽ ഫുൾ ഫാൻസി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, നമ്മൾ ലിവിങ് ഏരിയയിൽ തന്നെയാണ്. ഈ ലിവിങ് ഏരിയയിൽ മെയിനായിട്ട് വരുന്ന ഒരു ഫാൻ വരുന്നുണ്ടാവും. പിന്നെ സിറ്റ് ഔട്ട്, നിങ്ങൾ കാണുന്ന പോലെ തന്നെ സിറ്റ് ഔട്ടിൽ ഒരു ഫാൻ ഉണ്ടാവും, ചെറിയൊരു ഫാൻ ഉണ്ടാവും. പിന്നെ അതിൻ്റെ ലൈറ്റ്സുകൾ ഉണ്ടാവും, ഫ്രണ്ടിലെ ലൈറ്റുകൾ ഉണ്ടാവും, ബെൽ സ്വിച്ചിൻ്റേതായ 2 വേ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും വരുന്നുണ്ടാവും. അപ്പോൾ എല്ലാം ഫ്രണ്ടിലെ, പിന്നെ ഇപ്പോഴത്തെ സ്റ്റൈലാണെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടിലെല്ലാം തന്നെ ചെറിയ സീലിംഗ് ലൈറ്റ്സുകളുണ്ട്. അതായത് വാർക്കയുടെ ഉള്ളിൽ തന്നെ ഇടുന്ന സീലിംഗ് ലൈറ്റ്സുകളുണ്ട്. ഈ ലൈറ്റ്സുകളെല്ലാം കൺട്രോൾ ചെയ്യണതും പിന്നെ അതുപോലെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ബെൽ സ്വിച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബെല്ല് നമ്മൾ പുറത്ത്, വീടിന് സിറ്റ് ഔട്ടിൽ കയറാതെ വീടിന് പുറത്ത് നിന്ന് അടിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ബെൽ സ്വിച്ചും കൊടുത്തിരിക്കുന്നത്. ഇത്രയും സ്വിച്ച് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ടിൽ വയ്ക്കുന്ന ലിവിങ് ഏരിയയിൽ വയ്ക്കുന്ന ബോക്സ് വലുപ്പം കൂട്ടി വയ്ക്കുന്നതാണ്, അല്ലെങ്കിൽ 2 സെക്ഷനായിട്ട് വയ്ക്കുക. അപ്പോൾ ലിവിങ് ഏരിയയിൽ അത്യാവശ്യം വലുപ്പമുള്ള സ്വിച്ച് ബോർഡ് വയ്ക്കണമെന്നും അതുപോലെ തന്നെ എക്സ്ട്രാ പ്ലഗ് കാര്യങ്ങളൊക്കെ കൊടുക്കണമെന്നും നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.